മാസ്റ്റർ കീ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വരുന്നത് ഫാർമസ്യൂട്ടിക്സ് 2 വരുന്ന ഒഫ്താൽമിക് പ്രൊഡക്ട്സ് ആൻഡ് പാരന്റൽ ഡോസേജ് ഫോംസ് ആണ്. അടുത്ത പ്രിപ്പറേഷൻ ഒഫ്താൽമിക് പ്രൊഡക്ട്സിൽ വരുന്നതാണ് ഐ സസ്പെൻഷൻ. വളരെ റെയർ ആയിട്ട് മാത്രമേ ഐ സസ്പെൻഷൻസ് വരത്തുള്ളൂ. ലോഷനും ഡ്രോപ്സും ഓയിൽമെന്റും പോലെ അത്ര കോമൺ അല്ല ഈ ഒരു പ്രിപ്പറേഷൻ ഐ സസ്പെൻഷൻസ് എന്ന് പറയുന്നത്. എപ്പോഴാണ് നമുക്ക് പിന്നെ ഐ സസ്പെൻഷൻസ് ഫോർമുലേറ്റ് ചെയ്യേണ്ടി വരുന്നതെന്ന് വെച്ചാൽ ഡ്രഗ് ഇൻസോലബിൾ ഇൻ വെഹിക്കിൾ, അതായത് ഒരു തരത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന വെഹിക്കിൾ അത് സോലബിൾ ആകുന്നില്ല, അല്ലെങ്കിൽ ഡ്രഗ് അൺസ്റ്റേബിൾ ഇൻ ലിക്വിഡ് ഫോം, അതായത് സൊല്യൂഷൻ ഫോമിൽ ഫോർമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല, അൺസ്റ്റേബിൾ ആണ്. ആൻഡ് ഫോർ സസ്റ്റെയിൻഡ് ആക്ഷൻ, ചില ഡ്രഗുകൾക്ക് നമുക്ക് സസ്റ്റെയിൻഡ് ആക്ഷൻ ആവശ്യമുണ്ട്. അപ്പൊ ഡ്രോപ്സ് ആയിട്ടോ ലോഷൻ ആയിട്ടോ ഒന്നും അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ അടുത്ത സ്റ്റെപ്പ് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്താണ്, സസ്പെൻഷൻ ഫോമിലാക്കുക എന്നുള്ളതാണ്. ഇതൊന്ന് ഓർത്തു വെക്കുക. ഏത് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഏത് ക്രൈറ്റീരിയ വരുമ്പോൾ മാത്രമാണ് നമ്മൾ സസ്പെൻഷൻസ് പ്രിഫർ ചെയ്യുന്നത്. ഡ്രഗ്സ് ഇൻസോലബിൾ ഇൻ വെഹിക്കിൾ, ഡ്രഗ്സ് അൺസ്റ്റേബിൾ ഇൻ ലിക്വിഡ് ഫോം ആൻഡ് ഫോർ ദി സസ്റ്റെയിൻഡ് ആക്ഷൻ. ഇനി എന്തൊക്കെയാണ് ഒരു ഐ സസ്പെൻഷൻസിന് വേണ്ടുന്ന ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ, ലൈക്ക് എല്ലാ ഒഫ്താൽമിക് പ്രൊഡക്ട്സ് പോലെ തന്നെ സ്റ്റെറൈൽ ആയിരിക്കണം, ഡിസൈഡ് വിസ്കോസിറ്റി ഉണ്ടാവണം. പ്രത്യേകിച്ച് സസ്പെൻഷൻ ആയതുകൊണ്ട് വിസ്കോസിറ്റിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഐസോട്ടോണിക് ആയിരിക്കണം, ഫൈൻ പാർട്ടിക്കിൾ സൈസ് ആയിരിക്കണം. സസ്പെൻഷൻസിലെ പാർട്ടിക്കിൾ സൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാകും. അതാണ് ഫൈൻ പാർട്ടിക്കിൾ സൈസ് ടു പ്രിവെന്റ് ഇറിറ്റേഷൻ. ആൻഡ് പാർട്ടിക്കിൾ ഷുഡ് ബി യൂണിഫോംലി ഡിസ്പേഴ്സ്ഡ് ഓൺ ഷേക്കിങ്. സസ്പെൻഷൻസ് അല്ലേ, എന്തായാലും പാർട്ടിക്കിൾസ് താഴെ വന്ന് എന്ത് ചെയ്യും, സെറ്റിൽ ഡൗൺ ചെയ്യും. നല്ലപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കും പാർട്ടിക്കിൾസ് എന്താകണം, യൂണിഫോംലി തിരിച്ചെന്ത് ചെയ്യണം, ഡിസ്പേഴ്സ് ചെയ്യണം. ആൻഡ് പാക്ക്ഡ് ഇൻ എ സ്യൂട്ടബിൾ കണ്ടെയ്നർ. സോ ഐ സസ്പെൻഷൻസ് വളരെ റയറായിട്ടേ യൂസ് ചെയ്യത്തുള്ളൂ. ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഈ 3 കണ്ടീഷനിലാണ്. ഉപയോഗിക്കേണ്ടി വന്നാൽ അവയ്ക്ക് വേണ്ടുന്ന ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെയാണ്. സ്റ്റെറിലിറ്റി ഉണ്ടാവണം, ഡിസൈഡ് വിസ്കോസിറ്റി ഉണ്ടാവണം, ഐസോട്ടോണിസിറ്റി ഉണ്ടാവണം, പാർട്ടിക്കിൾ സൈസ് ഫൈൻ ആയിരിക്കണം, റീഡിസ്പേഴ്സ് ചെയ്യണം അല്ലെങ്കിൽ ഷെയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കും യൂണിഫോം ആയിട്ട് റീഡിസ്പേഴ്സ് ചെയ്യണം, ആൻഡ് സ്യൂട്ടബിൾ കണ്ടെയ്നറിൽ വേണം പാക്ക് ചെയ്യാനായിട്ട്. അടുത്ത ഒരു ഒഫ്താൽമിക് പ്രൊഡക്റ്റിൽ വരുന്നതാണ് കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻ. ഇതിന്നും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. കോണ്ടാക്ട് ലെൻസ്, അത് എന്താണ് കോണ്ടാക്ട് ലെൻസ് എന്ന് നോക്കാം. ആർ സ്മോൾ വിഷ്വൽ ഡിവൈസ് മെയ്ഡ് വിത്ത് കർവ്ഡ് പീസസ് ഓഫ് പ്ലാസ്റ്റിക്സ് ഷേപ്ഡ് ഇൻ എ വേ ടു കൺഫേം ഡയറക്ട്ലി ടു ദി വിയറിംഗ് ഐ. കണ്ണിലോട്ട് ഡയറക്ട്ലി വിയർ ചെയ്യാൻ പാകത്തിലുള്ള ഷേപ്പിലാണ് എന്ത് ചെയ്തത്, വെച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ എന്താണ്, ഇതൊരു കർവ്ഡ് പീസ് ഓഫ് പ്ലാസ്റ്റിക് ആണ്. ഇത് സ്മോൾ വിഷ്വൽ ഡിവൈസ് ആണ്. നമ്മുടെ കണ്ണിലെ ലെൻസിന് പോലെ ഒരു ആർട്ടിഫിഷ്യലിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കോണ്ടാക്ട് ലെൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ടൈപ്പ് ആണ് ഇമ്പോർട്ടന്റ്, എക്സാമിന് ചോദിക്കാറുള്ളതാണിത്. ഹാർഡ് കോണ്ടാക്ട് ലെൻസ് ഉണ്ട്, റിജിഡ് ഗ്യാസ് പെർമിയബിൾ ഉണ്ട്, സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ് ഉണ്ട്. ആദ്യത്തത് ഹാർഡ് കോണ്ടാക്ട് ലെൻസ് ആണ്. ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. ടൈപ്പ് ഓഫ് കോണ്ടാക്ട് ലെൻസ് ആണ് ഇപ്പൊ പറയുന്നത്. ഹാർഡ് കോണ്ടാക്ട് ലെൻസ് എന്ന് പറയുമ്പോൾ ഹാർഡ് ഹൈഡ്രോഫോബിക് പോളിമീഥൈൽ മെത്ത അക്രിലൈറ്റ് ആണ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഹാർഡ് കോണ്ടാക്ട് ലെൻസ് ഈസ് മേഡ് അപ്പ് ഓഫ് എന്താണ്, പോളിമീഥൈൽ മെത്ത അക്രിലൈറ്റ് വെച്ചിട്ടാണ് ഹാർഡ് കോണ്ടാക്ട് ലെൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഡിഫിക്കൽട്ട് ടു ഗെറ്റ് യൂസ്ഡ് ടു, അതായത് ഹാർഡ് കോണ്ടാക്ട് ലെൻസിന്റെ മറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പാടാണ് ഉപയോഗിക്കാനായിട്ട്. അൺകംഫോർട്ടബിൾ ടു വിയർ, ഡസ് നോട്ട് അലൗ ദി ഓക്സിജൻ ടു പാസ്. ഓക്കെ, അതാണ് ഹാർഡ് കോണ്ടാക്ട് ലെൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. എന്തൊക്കെയാണ്, ഓക്സിജൻ പെർമിയബിലിറ്റി കുറവാണ്, ഉപയോഗിക്കാനും ബുദ്ധിമുട്ടാണ്, വിയർ ചെയ്യാനും പാടാണ്, ഉണ്ടാക്കിയിരിക്കുന്നത് പോളിമീഥൈൽ അക്രിലൈറ്റ് വെച്ചിട്ടാണ്. അടുത്തത് റിജിഡ് ഗ്യാസ് പെർമിയബിൾ. ഇത് റിജിഡ് ആണ്, അതേസമയം ഫ്ലെക്സിബിൾ ആണ്. അതിനുവേണ്ടി നമ്മൾ സിലിക്കോൺ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സിലിക്കോൺ ആയതുകൊണ്ടാണ് അത് ഫ്ലെക്സിബിലിറ്റി ഉള്ളത്. ഇത് ഹാർഡാണ്. ഓക്കെ, അതുകൊണ്ടാണ് വിയർ ചെയ്യാനും ഉപയോഗിക്കാനും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത്. മോർ പെർമിയബിൾ ടു ഓക്സിജൻ ദാൻ സോഫ്റ്റ് ലെൻസ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോണ സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസിനേക്കാളും ഓക്സിജൻ പെർമിയബിലിറ്റി ആർക്കാണ് കൂടുതൽ, റിജിഡ് ഗ്യാസ് പെർമിയബിളിനാണ്. ബെറ്റർ വിഷൻ, ഈ റിജിഡ് ഗ്യാസ് പെർമിയബിൾ കോണ്ടാക്ട് ലെൻസ് വെക്കുമ്പോൾ കുറച്ചും കൂടെ വിഷൻ എന്താണ്, ക്ലിയർ ആണ്, ബെറ്റർ ആണ്, ആൻഡ് ഡ്യൂറബിൾ ആൾസോ. കുറച്ച് ഈട് നിൽക്കുന്ന അല്ലെങ്കിൽ കുറെ നാൾ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ലെൻസ് ആണ്. ഈസിയർ ടു ക്ലീൻ, അതായത് ലെൻസ്, ഈ കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവരത് ക്ലീൻ ചെയ്യണം, അതും ഈസിയർ ആണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ് ഉണ്ട്. അത് മോസ്റ്റ് കോമൺ, കൂടുതൽ ആൾക്കാരും ഹാർഡ് കോണ്ടാക്ട് ലെൻസിനേക്കാളും റിജിഡ് ഗ്യാസ് പെർമിയബിൾ കോണ്ടാക്ട് ലെൻസിനേക്കാളും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ഏതാണ്, സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ് ആണ്.
ഇത് ഹൈഡ്രോഫിലിക് ആണ്. ഹാർഡ് കോണ്ടാക്ട് ലെൻസ് എന്തായിരുന്നു? ഹൈഡ്രോഫോബിക് ആയിരുന്നു. പക്ഷെ സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ് ഹൈഡ്രോഫിലിക് ആണ്, ഇമ്മീഡിയറ്റ് കംഫോർട്ടാണ്, അതായത് ഉപയോഗിക്കാൻ അത്ര പ്രശ്നമില്ല അല്ലെങ്കിൽ ഉപയോഗിക്കാൻ എളുപ്പമാണ്. അതേസമയം ഹാർഡ് കോണ്ടാക്ട് ലെൻസ് കണ്ടോ, അൺകംഫോർട്ടബിൾ ടു വിയർ ആൻഡ് ഡിഫിക്കൽട്ടി ടു യൂസ്ഡ്, ഉപയോഗിക്കാനും പാട്, ഇടാനും ബുദ്ധിമുട്ട്, ഡിസ്കംഫോർട്ട് ആയിരിക്കും. അതേസമയം സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ് കംഫോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നു, ഓക്സിജൻ പെർമിബിലിറ്റി ഉണ്ട്, ഹൈഡ്രോഫിലിക്കും ആണ്. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് ആളുകൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഏതാണ്? സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ് ആണ്. അപ്പൊ ഇതാണ് ടൈപ്സ് ഓഫ് കോണ്ടാക്ട് ലെൻസ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഹാർഡ് കോണ്ടാക്ട് ലെൻസ് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? എന്ത് വെച്ചിട്ടാണ്? പോളിമീഥൈൽ മെത്ത അക്രിലൈറ്റ് വെച്ചിട്ടാണ്. കോണ്ടാക്ട് ലെൻസ് കെയർ, അതായത് കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കെയർ എടുക്കണം എന്നുള്ളത്. ഷുഡ് ആൾവേസ് ബി കെപ്റ്റ് ക്ലീൻ, ആ കോണ്ടാക്ട് ലെൻസിനെ എപ്പോഴും ക്ലീൻ ആക്കി വെക്കാൻ നോക്കുക. ഡിസിൻഫെക്റ്റഡ്, ഹൈഡ്രേറ്റഡ് ആൻഡ് യൂസിങ് കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻസ്. അതായത് ഈ കോണ്ടാക്ട് ലെൻസിനെ ക്ലീൻ ആക്കി വെക്കണം, ഡിസിൻഫെക്റ്റഡ് ആയിട്ട് വെക്കണം, ആൻഡ് ആൾസോ ഷുഡ് ബി ഹൈഡ്രേറ്റഡ്. നമ്മളിതിന് കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻസ് യൂസ് ചെയ്യാറുണ്ട്. സോ കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻസ് ഫോർ റിജിഡ് ഗ്യാസ് പെർമബിൾ ഓർ ഹാർഡ് ലെൻസ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഹാർഡ് ലെൻസിനും റിജിഡ് ഗ്യാസ് പെർമബിൾസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ആണ്. സോ അതിലെന്തൊക്കെ ഉണ്ടാവും? ഈ റിജിഡ് ഗ്യാസ് പെർമബിൾ അല്ലെങ്കിൽ ഹാർഡ് ലെൻസസിൽ വേണ്ടി യൂസ് ചെയ്യുന്ന കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും? വെറ്റിംഗ് ആൻഡ് റീവെറ്റിംഗ് ഡ്രോപ്സ് ഉണ്ടാവും, ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് ഓർ സ്റ്റോറേജ് സൊല്യൂഷൻ ഉണ്ടാകും, എക്സ്ട്രാ സ്ട്രെങ്ത് ക്ലീനർ ഉണ്ടാവും. സോ ഹാർഡ് കോണ്ടാക്ട് ലെൻസ് ആൻഡ് റിജിഡ് ഗ്യാസ് പെർമിയബിൾ കോണ്ടാക്ട് ലെൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും? ഒരു വെറ്റിംഗ് ആൻഡ് റീവെറ്റിംഗ് ഡ്രോപ്പ് ഉണ്ടാകും, ക്ലീനിങ് ഡിസിൻഫെക്റ്റിംഗ് സ്റ്റോറേജ് സൊല്യൂഷൻ ഉണ്ടാകും, എക്സ്ട്രാ സ്ട്രെങ്ത് ക്ലീനറും ഉണ്ടാകും. ഇനി കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻ ഫോർ സോഫ്റ്റ് ലെൻസസ്, ഓക്കെ, അതിന് എന്തൊക്കെ ഉണ്ടാവും? രണ്ട് കാര്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ, ക്ലീനിങ് സൊല്യൂഷനും സ്റ്റോറേജ് സൊല്യൂഷനും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതേസമയം ഹാർഡ് ലെൻസ് ആൻഡ് റിജിഡ് ഗ്യാസ് പെർമിബിളിൽ 3 എണ്ണം ഉണ്ടാവും, വെറ്റിംഗ് ആൻഡ് റീവെറ്റിംഗ് ഡ്രോപ്പ്, ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്, എക്സ്ട്രാ സ്ട്രെങ്ത് ക്ലീനറും ഉണ്ടാവും. എന്താണ് വ്യത്യാസം? ഓരോന്ന് എന്തൊക്കെ ഉണ്ടാവും നോക്കാം. ആദ്യത്തത് വെറ്റിംഗ് ആൻഡ് റീവെറ്റിംഗ് ഡ്രോപ്പ്. വെറ്റിംഗ് ആൻഡ് റീവെറ്റിംഗ് ഡ്രോപ്പ് ഒക്കെ എന്തിൽ വരുന്നതാണ്? റിജിഡ് ഗ്യാസ് പെർമിബിൾ അല്ലെങ്കിൽ ഹാർഡ് ലെൻസിൽ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷന്റെ കോമ്പോസിഷനിൽ വരുന്നതാണ്. സോ വെറ്റിംഗ് ആൻഡ് റീവെറ്റിംഗ് ഡ്രോപ്പ് കണ്ടെയ്ൻസ് പോളിമറിക് വെറ്റിംഗ് ആൻഡ് കുഷനിങ് ഏജന്റ് യൂസ്ഡ് ഫോർ വെറ്റിംഗ് ദ ലെൻസ് ബിഫോർ ദ ഇൻസേർഷൻ. ഇൻസേർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഈ വെറ്റിംഗ് സൊല്യൂഷനിൽ വേണത് ഇടാനായിട്ട്. ആൻഡ് ഫോർ ലോങ്ങർ വിയർ ആൻഡ് മോർ കംഫോർട്ട്, ഈ വെറ്റിംഗ് ഏജൻസിൽ ഇട്ടിട്ട് വേണം കോണ്ടാക്ട് ലെൻസ് എടുത്ത് എന്ത് ചെയ്യാനായിട്ട്? കണ്ണിൽ വെക്കാനായിട്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ ലോങ്ങർ വിയർ ആൻഡ് കംഫോർട്ട് എന്ത് ചെയ്യത്തുള്ളൂ? പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് വെറ്റിംഗ് ആൻഡ് റീവെറ്റിംഗ് ഡ്രോപ്പ്. അതിൽ പ്രധാനമായിട്ടും കണ്ടെയ്ൻസ് പോളിമറിക് ആയിട്ടുള്ള ഏജൻസ് ആയിരിക്കും അതിൽ കാണുന്നത്. അടുത്തത് വെറ്റിംഗ് ഏജൻസിൽ വെറ്റിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പോളിസോർബേറ്റ് 80 ആണ്, 0.5%. നമ്മളിവിടെ പോളിമറിക് ആയിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞു. ഏതാണ് ഉപയോഗിക്കുന്നത്? പോളിസോർബേറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വെറ്റിംഗ് സൊല്യൂഷന്റെ കോമ്പോസിഷൻ, വെറ്റിംഗ് ആൻഡ് റീവെറ്റിംഗ് ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ ഉണ്ട്. അതിലെ കമ്പോണൻസ് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണ്? പോളിസോർബേറ്റ് ആണ്. പിന്നെ അതിൽ തന്നെ ഒരു ആന്റി മൈക്രോബിയൽ ഏജന്റ് ഉണ്ടാവും, ബെൻസാൽക്കോണിയം ക്ലോറൈഡും ക്ലോർഹെക്സിഡിൻ അസിറ്റേറ്റും. കോൺസെൻട്രേഷൻ അറിഞ്ഞിരിക്കുക. ഐസോടോണിസിറ്റി അഡ്ജസ്റ്റിംഗ് സബ്സ്റ്റൻസ് ഉണ്ടാകും, സോഡിയം ക്ലോറൈഡ് ആൻഡ് പൊട്ടാസ്യം ക്ലോറൈഡ്. ബഫറിംഗ് ഏജന്റ് ഉണ്ടാകും, ബോറിക് ആസിഡ്, ബൊറാക്സ് ബഫർ, അതും pH 8.4 8.6 റേഞ്ചില്. ആൻഡ് തിക്കനിങ് ഏജന്റ് ഉണ്ടാവും, പോളിവിനൈൽ ആൽക്കഹോൾ ഓർ അതർ സെല്ലോസ് ഡെറിവേറ്റീവ്സ്. സെമി റിജിഡ് ഗ്യാസ് പെർമബിൾ എന്താണ്? കോണ്ടാക്ട് ലെൻസിലും ഹാർഡ് കോണ്ടാക്ട് ലെൻസിലും ഉപയോഗിക്കുന്ന കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻസിൽ എന്തൊക്കെ കാര്യം, ആ കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷനിൽ എന്തൊക്കെ കാണും? ഒരു വെറ്റിംഗ് ആൻഡ് റീവെറ്റിംഗ് ഡ്രോപ്പ് അതിന്റെ കൂടെ കിട്ടും. അത് പ്രധാനമായിട്ടും എന്തായിരിക്കും? അതിൽ പോളിസോർബേറ്റ് ആയിരിക്കും. കൂടാതെ ആ ഡ്രോപ്പിലെ മറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആന്റി മൈക്രോബിയൽ ഏജന്റും ടോണിസിറ്റി അഡ്ജസ്റ്റേഴ്സും ബഫറിംഗ് ഏജന്റും തിക്കനിങ് ഏജന്റും ഉണ്ടാവും. ഇനി അടുത്ത രണ്ടാമത്തെ ഈ കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷന് കൂടെ വരുന്ന സംഭവമാണ് ക്ലീനിങ്, ഡിസിൻഫെക്റ്റിംഗ് ആൻഡ് സ്റ്റോറേജ് സൊല്യൂഷൻ എന്നും പറഞ്ഞിട്ട്. ദാറ്റ് ഈസ് എ സ്റ്റെറൈൽ സൊല്യൂഷൻ ദാറ്റ് ക്ലീൻ ആൻഡ് ഡിസിൻഫെക്റ്റന്റ്. ആദ്യത്തെ സൊല്യൂഷൻ എന്തായിരുന്നു? വെറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ വെറ്റിംഗ് കറക്റ്റ് ആയാൽ മാത്രമേ ഇൻസേർട്ടിങ് എളുപ്പമാകത്തുള്ളൂ, കംഫോർട്ടും ആകത്തുള്ളൂ. രണ്ടാമത് ഉപയോഗിക്കുന്ന ഈ ഒരു സൊല്യൂഷൻ ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്റ്റന്റിങ് സ്റ്റോറേജ് സൊല്യൂഷൻ ആണ് ഈ ഒരു നമ്മുടെ കോണ്ടാക്ട് ലെൻസിനെ ക്ലീൻ ആക്കി വെക്കാനായിട്ട്.
ദാറ്റ് വിൽ പ്രൊവൈഡ് സ്റ്റെറൈൽ ഹൈഡ്രേറ്റിംഗ് സ്റ്റോറേജ്. അതായത് സ്റ്റെറിലിറ്റി പ്രൊവൈഡ് ചെയ്യാനും സ്റ്റോറേജിന്റെ സമയത്തുള്ള ഹൈഡ്രേഷൻ എൻഷുർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രിവെന്റിംഗ് ദ ലെൻസ് വ്രാപ്പേജ് ആൻഡ് അഡ്ഹറൻസ് ഓഫ് ദി കണ്ടാമിനൻസ് ടു ദ ലെൻസ്. ലെൻസിലോട്ട് കണ്ടാമിനൻസ് എന്തെങ്കിലും തരത്തിലുള്ള പൊടിപടലങ്ങളോ കാര്യങ്ങളോ ഒന്നും അഡ്ഹർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലീനിങ് അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റിംഗ് അല്ലെങ്കിൽ സ്റ്റോറിംഗ് സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ സ്റ്റോറേജ് സൊല്യൂഷനകത്തെ കമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ മറ്റേതിനകത്ത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ പോളിസോർബേറ്റ് കൂടാതെ ഇത്തരം കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്ലീനിങ് ഡിസിൻഫെക്റ്റിംഗ് സ്റ്റോറേജ് സൊല്യൂഷനകത്ത് എന്തൊക്കെ ഉണ്ടാവും? നോൺ അയണിക് സർഫാക്റ്റന്റ് ഉണ്ടാവും, അതാണ് ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട്. മിക്സ്ചർ ഓഫ് പ്രിസർവേറ്റീവ് ഉണ്ടാവും, അതാണ് മൈക്രോബിയൽ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാനായിട്ട്. ചേഞ്ച് ദ സൊല്യൂഷൻ ഫ്രീക്വന്റ്ലി ആസ് ദ പ്രിസർവേറ്റീവ് ആക്ഷൻ റെഡ്യൂസ്. ഇതിനു വേണ്ടി ഇപ്പൊ ഈ ഹാർഡ് കോണ്ടാക്ട് ലെൻസ് അല്ലെങ്കിൽ മറ്റേ സെമി ഗ്യാസ് പെർമബിൾ കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നവര് ഈ സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്യണം. കാരണം കണ്ണിലോട്ട് ഇടാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സൊല്യൂഷൻ വെറ്റിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യണം. അതിൽ പൊടിയും കാര്യങ്ങളും കണ്ടാമിനേഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലീനിങ് അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻസ് യൂസ് ചെയ്യണം. ഈ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നവർ എന്താന്ന് പറയുന്നത്, ഈ സൊല്യൂഷൻ ഫ്രീക്വന്റ് ആയിട്ട് മാറ്റണം. ഉപയോഗിച്ച സൊല്യൂഷൻ തന്നെ വീണ്ടും കുറെ നാൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇതിലുള്ള പ്രിസർവേറ്റീവ്സിന്റെ ഒക്കെ കണ്ടന്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അതിന്റെ ആക്ടിവിറ്റി കുറയും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, മൈക്രോബിയൽ ഗ്രോത്തിനുള്ള ചാൻസ് വരും എന്നുള്ളതാണ്. പിന്നെ ഒരു എക്സ്ട്രാ സ്ട്രെങ്ത് ക്ലീനറും കിട്ടും. എന്തിന്? ഹാർഡ് കോണ്ടാക്ട് ലെൻസ് ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷനും കൂടെ വേണം. സോ ഇറ്റ് ഷുഡ് ബി സ്റ്റെറൈൽ നോൺ പ്രിസർവ്ഡ് സൊല്യൂഷൻ, ക്ലീൻസ് ദ സർഫസ് ഡെപ്പോസിറ്റ് ഓഫ് ഓയിൽ, ലിപ്പിഡ്സ്, സാൾട്ട് ആൻഡ് കോസ്മെറ്റിക് റെസിഡ്യൂസ്. ഇപ്പൊ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പൗഡറിന്റെയോ ക്രീമിന്റെയോ മോയ്സ്ചറൈസറിന്റെ ഒക്കെ റെസിഡ്യൂസ് ഈ ലെൻസിൽ പെടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ആ ഡെപ്പോസിറ്റ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ സ്ട്രെങ്ത് ക്ലീനർ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഓർത്തു വെക്കണം. ഹാർഡ് കോണ്ടാക്ട് ലെൻസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സെമി പെർമിയബിൾ കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നവർക്കാണ് ഈ 3 സൊല്യൂഷന്റെ ആവശ്യം വരുന്നത്. അതായത് ഈ പറഞ്ഞ വെറ്റിംഗ് ആൻഡ് ഡീവെറ്റിംഗ് ഡ്രോപ്പ്, അതോടൊപ്പം തന്നെ സ്റ്റോറേജ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റിംഗ് സൊല്യൂഷൻ അല്ലെങ്കിൽ ക്ലെൻസിങ് സൊല്യൂഷൻ, പിന്നെ മൂന്നാമത്തെ ഒരു എക്സ്ട്രാ ക്ലെൻസറും കൂടെ വേണ്ടി വരുന്നത്. അതേസമയം സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ് ഉള്ളവർക്ക്, സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നവർക്ക് 2 സൊല്യൂഷന്റെ ആവശ്യമുള്ളൂ, ക്ലീനിങ് സൊല്യൂഷനും സ്റ്റോറേജ് സൊല്യൂഷനും. എന്താണ് സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഹൈഡ്രോഫിലിക്, സോഫ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ടൈപ്പ് ആണ്. ക്ലീനിങ് സൊല്യൂഷനായിട്ട് ഹീറ്റിംഗ് ഇൻ 0.9% NaCl സൊല്യൂഷൻ. സ്റ്റോറേജ് സൊല്യൂഷനായിട്ട് നോട്ട് സോഫ്റ്റ് ലെൻസ് അബ്സോർബ് ദ ഡ്രഗ് ഓർ പ്രിസർവേറ്റീവ് ഫ്രം ഒഫ്താൽമിക് പ്രിപ്പറേഷൻ ഷുഡ് ബി റിമൂവ്ഡ് ബിഫോർ ദി അഡ്മിനിസ്ട്രേഷൻ. സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഈ സോഫ്റ്റ് ലെൻസ് എന്തിനെ അബ്സോർബ് ചെയ്യും? നമ്മൾ എന്തെങ്കിലും കണ്ണിൽ എന്തെങ്കിലും ഐ ഡ്രോപ്സോ അല്ലെങ്കിൽ ഐ ഓയിൽമെന്റോ ലോഷൻ എന്തെങ്കിലും ഉപയോഗിക്കുവാണെങ്കിൽ അതിനു മുമ്പ് ഈ സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ് എടുത്ത് എന്ത് ചെയ്യണം? മാറ്റണം. കാരണം അതിലുള്ള ഡ്രഗിനെ അല്ലെങ്കിൽ പ്രിസർവേറ്റീവിനെ ആര് അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? സോഫ്റ്റ് ലെൻസ് അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് ഓർത്ത് വെക്കുക. സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസിന് വേണ്ടി 2 സൊല്യൂഷന്റെ ആവശ്യമുള്ളൂ, ക്ലീനിങ് സൊല്യൂഷനും സ്റ്റോറേജ് സൊല്യൂഷനും. അതല്ല ഹാർഡ് കോണ്ടാക്ട് ലെൻസിന് 3 എണ്ണത്തിന്റെ ആവശ്യം വരുന്നുണ്ട്. എക്സ്ട്രാ സ്ട്രെങ്ത് ക്ലീനറും, സ്റ്റോറേജ് സൊല്യൂഷൻ അല്ലെങ്കിൽ ക്ലീനിങ് അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷനും, പിന്നെ ഫസ്റ്റ് വൺ വെറ്റിംഗ് സൊല്യൂഷന്റെ ആവശ്യം വരുന്നുണ്ട്. സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ് ഡ്രഗ് അല്ലെങ്കിൽ പ്രിസർവേറ്റീവിനെ അബ്സോർബ് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഒഫ്താൽമിക് പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നതിനേക്കാൾ മുമ്പ് സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ് എടുത്ത് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്തൊന്നും കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യാൻ പാടില്ല. ഇനി ഇവാലുവേഷൻ ഓഫ് ഒഫ്താൽമിക് പ്രൊഡക്ട്സ്. എന്തൊക്കെ ടെസ്റ്റിലൂടെയാണ് നമ്മൾ ഒഫ്താൽമിക് പ്രൊഡക്ട്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് എന്തായാലും സ്റ്റെറിലിറ്റി ടെസ്റ്റ് ഉണ്ടാവും അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാരന്റൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് സ്റ്റെറിലിറ്റി ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റെറിലിറ്റി ടെസ്റ്റ് ചെയ്യണം. ക്ലാരിറ്റി ടെസ്റ്റ് അല്ലെ, അതായത് അതിൽ എന്താണ് ബാക്ടീരിയ, മൈക്രോ ഓർഗാനിസംസ് ഒന്നും ഇല്ല എന്നുള്ളത് സ്റ്റെറിലിറ്റി വഴി കിട്ടുന്നു. പക്ഷെ ഡസ്റ്റ് ഫ്രീ ആയിരിക്കണം, പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ഉണ്ടാകാൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഫൈബർ, ചെറിയ ചെറിയ പൊടിപടലങ്ങളൊന്നും ഡസ്റ്റും ഒക്കെ ഫ്രീ ആയിരിക്കണം. അതിനുവേണ്ടി ക്ലാരിറ്റി ടെസ്റ്റ് ചെയ്യും. പിന്നെ ലീക്കേജ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ഫോർത്ത് വൺ ഈസ് പൈറോജൻ ടെസ്റ്റ്. പിന്നെ വോളിയം ഓഫ് പാക്കിംഗ്. ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു, സ്മോൾ വോളിയം പാരന്റൽസ് ആണെങ്കിൽ 10 ആണ് പറഞ്ഞത് അല്ലെ. സെമി സോളിഡ് ആണെങ്കിൽ ലെസ് ദാൻ 5 ഗ്രാം വേണം പ്രിപ്പറേഷൻസ്. പിന്നെ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ്, ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ ഏത് ഉപയോഗിക്കുന്ന ടൈപ്പ് 1 ഗ്ലാസ് ബോട്ടിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. 4 ടൈപ്പ് കണ്ടെയ്നേഴ്സ് ഉണ്ട്. ടൈപ്പ് 1 ബോറോസിലിക്കേറ്റ്, ടൈപ്പ് 2 ട്രീറ്റഡ് സോഡ ലൈം, ടൈപ്പ് 3 വെറും സോഡ ലൈം ഗ്ലാസ്, ടൈപ്പ് 4 ജനറൽ പർപ്പസ് ഗ്ലാസ്. അതിലെ
ടൈപ്പ് 1 ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സുകളാണ് നമ്മൾ ഒഫ്താൽമിക് പ്രൊഡക്ട്സിന്റെ പാക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ടൈപ്പ് 1 ഗ്ലാസ് ബോട്ടിൽ പ്ലസ് സ്റ്റോപ്പേഴ്സും ആ ഗ്രേഡിലത്തുള്ളതായിരിക്കണം ഫോർ ഒഫ്താൽമിക് ഇഞ്ചക്ഷൻസ് ആൻഡ് സ്റ്റെറൈൽ പൗഡേഴ്സ്. ഇനി അല്ല പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലും വെറൈറ്റീസ് ഉണ്ട്. ആൻഡ് കൊളാപ്സബിൾ ട്യൂബ്സും ആണ് യൂസ് ചെയ്യുന്നത്. ഇനി കണ്ടെയ്നേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. പ്രൊഡക്റ്റിനെ മാത്രം ഇവാലുവേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഉപയോഗിക്കുന്ന കണ്ടെയ്നേഴ്സിന് ഇവാലുവേഷൻ ആവശ്യമുണ്ട്. യൂണിഫോമിറ്റി ഓഫ് വോളിയം എൻഷുർ ചെയ്യാനായിട്ട്, ലീക്കേജ് പ്രിവെന്റ് ചെയ്യാനായിട്ട്, ആൻഡ് കൊളാപ്സബിലിറ്റി ടെസ്റ്റ് ഉണ്ട്. അതായത് മെറ്റൽ ഇപ്പോൾ കൊളാപ്സബിൾ ട്യൂബ്സിലാണ് നമ്മളിത് ഡിസ്പെൻസ് ചെയ്യുന്നതെങ്കിൽ അത് ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു ചെറിയൊരു പ്രഷർ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പ്രൊഡക്റ്റ് പുറത്തോട്ട് വരത്തുള്ളൂ. അപ്പം അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളാപ്സബിലിറ്റി ടെസ്റ്റും ചെയ്യാറുണ്ട്. ഇതാണ് ഇവാലുവേഷൻ ടെസ്റ്റ് ഫോർ എന്ത് ഒഫ്താൽമിക് പ്രൊഡക്ട്സ്. സ്റ്റെറിലിറ്റി ടെസ്റ്റ്, ക്ലാരിറ്റി ടെസ്റ്റ്, ലീക്കേജ് ടെസ്റ്റ് ആൻഡ് പൈറോജൻ ടെസ്റ്റ്. പിന്നെ കണ്ടെയ്നേഴ്സ് ഓർത്തിരിക്കുക. ടൈപ്പ് 1 ഈ കണ്ടെയ്നേഴ്സിന് സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്നതാണ്. ഇപ്പം ടൈപ്പ് 1 കണ്ടെയ്നേഴ്സിന് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? പൗഡേർഡ് ഗ്ലാസ് ടെസ്റ്റ് ആണ്. ടൈപ്പ് 2 ആണെങ്കിൽ വാട്ടർ അറ്റാക്ക് ടെസ്റ്റ് ആണ്, അത് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഗ്ലാസ് കണ്ടെയ്നേഴ്സിന്റെ പേരും ചോദിക്കാറുണ്ട്, പറഞ്ഞില്ലേ, ട്രീറ്റഡ് സോഡ ലൈം, ബോറോസിലിക്കേറ്റ്, അതും ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ കണ്ടെയ്നേഴ്സിനും ഇവാലുവേഷൻ ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒഫ്താൽമിക് പ്രൊഡക്ട്സ്. മെയിൻലി ഐ ഡ്രോപ്പ്, ഐ ലോഷൻ, ഐ ഓയിൽമെന്റ് ആൻഡ് ഐ സസ്പെൻഷൻസും ഇവാലുവേഷൻ പാരാമീറ്റേഴ്സും മെയിൻലി അതിൽ ഉപയോഗിക്കുന്ന അഡിറ്റീവ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. അടുത്ത ഫാർമസ്യൂട്ടിക്സ് 2 വരുന്ന അടുത്തൊരു ടോപ്പിക്കാണ് പാരന്റൽ പ്രൊഡക്ട്സ്. ഓക്കെ, അത് നമ്മൾ എന്തിനാണ്, നമുക്ക് ഒരുപാട് ഇപ്പോൾ ഓറൽ റൂട്ട്, റെക്ടൽ റൂട്ട് ഒക്കെ ഉണ്ടെങ്കിലും എന്താണ് പാരന്റൽ റൂട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്? എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്, ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും അഡ്വാൻറ്റേജ് ഓഫ് പാരന്റൽ റൂട്ട് എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാൽ നമ്മുടെ സിലബസിലുണ്ട്. IV റൂട്ട് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഫോർ ഡെലിവറിങ് സിസ്റ്റമിക് ഡ്രഗ്സ്. എന്തുകൊണ്ടാണ് നമ്മൾ IV റൂട്ടിനെ പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫാസ്റ്റസ്റ്റ് മെത്തേഡാണ്. ഓക്കെ, നമുക്ക് പെട്ടെന്നൊരു ആവശ്യം അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആവശ്യമുള്ള ഒരു കേസിൽ ഓറൽ റൂട്ട് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റില്ല, സമയമെടുക്കും. അതേസമയം പാരന്റൽ റൂട്ട് ആകുമ്പം ഫാസ്റ്റസ്റ്റ് മെത്തേഡാണ് ഫോർ ഡെലിവറിംഗ് ദ സിസ്റ്റമിക് ഡ്രഗ്സ് ആൻഡ് പ്രിഫേർഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ പെട്ടെന്ന് നമുക്ക് ഡ്രഗിന്റെ ആക്ഷൻ ആവശ്യമുള്ള കേസിൽ പാരന്റൽ റൂട്ട് തന്നെയാണ് ബെസ്റ്റ്. പിന്നെ ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ഫ്ലൂയിഡ്സ്, ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് ന്യൂട്രീഷൻ. പാരന്റൽ റൂട്ടിൽ നമുക്ക് എന്തും കൊടുക്കാം, ഫ്ലൂയിഡ്സ് വേണമെങ്കിൽ കൊടുക്കാം, ഇലക്ട്രോലൈറ്റ്സ് കൊടുക്കാം, ന്യൂട്രീഷൻ കൊടുക്കാം. ഇപ്പൊ ന്യൂട്രീഷൻ എക്സാമ്പിൾ TPN, ടോട്ടൽ പാരന്റൽ ന്യൂട്രീഷൻ ഒക്കെ IV ആയിട്ടാണ് പോകുന്നത്. ഇപ്പൊ ഇലക്ട്രോലൈറ്റിന്റെ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യത്തിന്റെ ഒക്കെ അളവ് കുറവുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, അത് ഇലക്ട്രോലൈറ്റ്സ് നമുക്ക് അങ്ങനെ കൊടുക്കാറുണ്ട്. ഫ്ലൂയിഡ്സ് കൊടുക്കാറുണ്ട്, ഡെക്സ്ട്രോസ്, സലൈനായിട്ട്, ORS, എങ്ങനെ വേണമെങ്കിലും. അപ്പൊ ഏത് രൂപത്തിലുള്ള സാധനങ്ങളെ നമുക്ക് പാരന്റൽ ഫോമിൽ കൊടുക്കാൻ സാധിക്കുന്നു, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ പേഷ്യന്റ് ഹു കനോട്ട് ടേക്ക് ഫുഡ് ഓർ ഹാവിങ് എനി സീരിയസ് പ്രോബ്ലംസ് വിത്ത് ദ GI ട്രാക്ട്. ഇതൊക്കെ ഈ പറഞ്ഞ ഫ്ലൂയിഡ്സും ഇലക്ട്രോലൈറ്റും ന്യൂട്രീഷനൊക്കെ എപ്പോഴായിരിക്കും പാരന്റൽ റൂട്ടിൽ പ്രിഫറബിൾ ആകുന്നത്? ആൾക്ക് ഇതൊന്നും ഓറൽ റൂട്ടിൽ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക, പേഷ്യന്റ് അയാളുടെ GI ട്രാക്ട് എന്ത് ചെയ്യുക, ഇതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ എന്തേ രക്ഷയുള്ളൂ, പാരന്റൽ റൂട്ടേ ഉള്ളൂ. ഇറ്റ് പ്രൊവൈഡ്സ് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ദ ഡ്രഗ് ടു ദ ബ്ലഡ് സ്ട്രീം ഓർ ടിഷ്യൂസ്. ബ്ലഡിൽ അല്ലെങ്കിൽ ടിഷ്യൂവിൽ ഏറ്റവും അതായത് പാരന്റൽ പ്രൊഡക്ട്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 100% ബയോ അവൈലബിലിറ്റി പ്രൊവൈഡ് ചെയ്യും. ഒട്ടും ഡ്രഗ് എവിടെയും എന്ത് ചെയ്യുന്നില്ല, വേസ്റ്റ് വരുന്നില്ല. അതേസമയം ഓറൽ റൂട്ടിൽ കൊടുക്കുമ്പം എന്തുണ്ടാവും, ഫസ്റ്റ് പാസ് മെറ്റബോൾസിലൂടെ കുറെ ഡ്രഗ് ഒക്കെ നമുക്ക് നഷ്ടപ്പെടും, കോൺസെൻട്രേഷൻ കുറയും. പക്ഷെ അതേസമയം പാരന്റൽ റൂട്ടിന് എന്തായും ഹയർ കോൺസെൻട്രേഷൻ എൻഷുർ ചെയ്യാൻ സാധിക്കുന്നു. ദാറ്റ് ഈസ് വെരി അഡ്വാൻറ്റേജസ് ഇൻ സീരിയസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അങ്ങനെ 100% ബയോ അവൈലബിലിറ്റി നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത്, വളരെ സീരിയസ് ആയിട്ടുള്ള ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള ഒരാൾക്ക് കുറെ മരുന്ന് അങ്ങനെ നമുക്ക് നഷ്ടപ്പെടാനില്ല. നമുക്ക് ഫുൾ ഡ്രഗിന്റെ ആക്ഷനും കിട്ടേണ്ട അവസരങ്ങളിൽ പാരന്റൽ റൂട്ട് തന്നെയാണ് ബെസ്റ്റ്. IV infusion provides a continuous amount of needed medication and the infusion rate can be adjusted. നമുക്ക് ഇൻഫ്യൂഷന്റെ റേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം ടാബ്ലറ്റ് അല്ലെങ്കിൽ ക്യാപ്സൂളൊക്കെ കഴിക്കുമ്പം അത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റേറ്റ് നമുക്ക് വലിയ കൺട്രോൾ വരുന്നില്ല. പക്ഷെ അതേസമയം പാരന്റൽ റൂട്ട് അങ്ങനെയല്ല, നമുക്ക് അതിന്റെ ആ ഒരു ഇൻഫ്യൂഷൻ റേറ്റ് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ടു പ്രൊവൈഡ് മോർ ഓർ ലെസ് മെഡിക്കേഷൻ ആസ് ദ സിറ്റുവേഷൻ ഡിക്റ്റേറ്റ്സ്. അതായത് ഇപ്പം കിഡ്നി ഫെയിലർ ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ലിവർ ഫെയിലർ ഉള്ള പേഷ്യൻസിന് ഡോസേജ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻഫ്യൂഷൻ റേറ്റ് കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മരുന്ന് കൊടുക്കാൻ പറ്റും. സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് ഡ്രഗിന്റെ ഇൻഫ്യൂഷൻ റേറ്റും മാറ്റാൻ പറ്റും. അതാണ് പാരന്റൽസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
ഡ്രഗ് ആക്ഷൻ ക്യാൻ ബി പ്രൊലോങ്ഡ് ബൈ മോഡിഫൈങ് ദ ഫോർമുലേഷൻ. ഫോർമുലേഷൻസിൽ നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ നടത്തി ഡ്രഗിന്റെ ആക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊലോങ് ചെയ്യാനും സാധിക്കും. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസിൽ വരുന്നത്. ഇനി അഡ്വാൻറ്റേജസോടൊപ്പം തന്നെ ഡിസഡ്വാൻറ്റേജസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ട്രോമാറ്റിക് ഇഞ്ചുറി ഫ്രം ദ ഇൻസേർഷൻ ഓഫ് നീഡിൽ, അതായത് പാരന്റൽ പ്രൊഡക്ട്സ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ട ഭാഗമായിട്ട് നീഡിൽ ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. അത് ചില ആളുകളിലെങ്കിലും എന്തുണ്ടാകും, ട്രോമാറ്റിക് ആയിട്ടുള്ള ഇഞ്ചുറി, മുറിവുണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പൊട്ടൻഷ്യൽ ഫോർ ഇൻട്രൊഡ്യൂസിങ് ടോക്സിക് ഏജൻസ്, മൈക്രോബ്സ് ആൻഡ് പൈറോജൻസ്. പാരന്റൽ പ്രൊഡക്ട്സ് വഴി നമ്മൾ മരുന്ന് കഴിക്കുമ്പം എന്തിനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്, മൈക്രോബ് അല്ലെങ്കിൽ പൈറോജൻ അല്ലെങ്കിൽ ടോക്സിക് ഏജൻസ് ഉള്ളിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇമ്പോസിബിൾ ടു റിട്രീവ് ഇഫ് അഡ്വേഴ്സ് റിയാക്ഷൻ ഒക്കേഴ്സ്. ഇപ്പം ഓറൽ റൂട്ടിലൂടെ മരുന്ന് കഴിക്കുവാണെങ്കിൽ കുറച്ച് സമയം എടുക്കും അതിൻ്റെ ഒരു എഫക്റ്റ് വരാനായിട്ട്. പക്ഷേ അത് അപ്പോൾ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസും വരാനുള്ള ചാൻസും എന്താണ്, സമയം എടുത്തേ വരത്തുള്ളൂ. പക്ഷെ അതേസമയം പാരന്റൽ റൂട്ട് എന്ന് പറയുമ്പോൾ നേരിട്ടാണ് ബ്ലഡ് സ്ട്രീമിലോട്ട് എത്തുന്നത്. എന്തെങ്കിലും ഒരു ADR അല്ലെങ്കിൽ അലർജി അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ വന്നാൽ ഭയങ്കര സിവിയർ ആയിട്ടായിരിക്കും അത് വരുന്നത്. കറക്റ്റ് സിറിഞ്ച്, നീഡിൽ ആൻഡ് ടെക്നിക് മസ്റ്റ് ബി യൂസ്ഡ്. അതായത് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ പാരന്റൽ പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സിറിഞ്ച് കറക്റ്റ് ആയിരിക്കണം, നീഡിൽ കറക്റ്റ് ആയിരിക്കണം, ടെക്നിക്കും കറക്റ്റ് ആയിരിക്കണം. അതായത് ഇപ്പം ഇൻട്രാ മസ്കുലർ, ഇൻട്രാ വീനസ്, ഇൻട്രാ ഡെർമൽ, അങ്ങനെ പല റൂട്ടിലാണല്ലോ നമ്മൾ പാരന്റൽ പ്രൊഡക്ട്സ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിന്റെയും ടെക്നിക്കും വ്യത്യാസമാണ്. The rotation of injection site with long-term use prevents the scarring and other skin changes. ഇപ്പൊ സ്ഥിരമായിട്ട് പാരന്റൽ പ്രിപ്പറേഷൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ ആ എടുത്ത ഏരിയ തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തുണ്ടാക്കും, സ്കിന്നിൽ സ്കാറിങ്ങും സ്കിൻ ചേഞ്ചസ് ഒക്കെ വരും. അപ്പൊ അത് റൊട്ടേറ്റ് ചെയ്തെടുക്കണം. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ക്യാൻ ഇൻഫ്ലുവൻസ് ദി ഡ്രഗ് അബ്സോർപ്ഷൻ. അപ്പൊ ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പാരന്റൽ റൂട്ടായിട്ട് പറയുന്നത്. ഇനി ഇത്രയും റൂട്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പാരന്റൽ പ്രൊഡക്ട്സ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. സബ്ക്യൂട്ടേനിയസ് അല്ലെങ്കിൽ ഹൈപ്പോഡെർമിസ് ഇഞ്ചക്ഷൻ, ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ, ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ, ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷൻ, ഇൻട്രാ ആർട്ടീരിയൽ ഇഞ്ചക്ഷൻ, ഇൻട്രാ കാർഡിയാക് ഇഞ്ചക്ഷൻ, ഇൻട്രാതീക്കൽ, ഇൻട്രാസിസ്റ്റേണൽ ഇഞ്ചക്ഷൻ, പെരിഡ്യൂറൽ ഇഞ്ചക്ഷൻ, intra-articular injection and intracerebral injections. These are the various types of parenteral administration. നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഓരോന്നിലോട്ട് നോക്കാം. ഫസ്റ്റ് വൺ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആണ്. എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാരന്റൽ റൂട്ടാണ് സബ്ക്യൂട്ടേനിയസ്. കാരണം ഇൻസുലിൻ സബ്ക്യൂട്ടേനിയസ് റൂട്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ അഡ്മിനിസ്റ്റർ ദ മെഡിക്കേഷൻ ബിലോ ദ സ്കിൻ ഇൻ ടു ദ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഔട്ട്സൈഡ് ഓഫ് ദി അപ്പർ ആം. സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനിൽ നമ്മൾ എങ്ങോട്ടാണ് മരുന്നിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്, ഇൻ ടു ദി സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ദാറ്റ് ഈസ് ബിലോ ദി സ്കിൻ. ലോവർ പോർഷൻ ഓഫ് ദി നമ്മൾ സബ്ക്യൂട്ടേനിയസ് ഏരിയ ആയിട്ട് എവിടെയൊക്കെയാണ് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻസ് നമ്മൾ എവിടെയൊക്കെയാണ് വെക്കുന്നത്, ഒന്ന് ലോവർ പോർഷൻ ഓഫ് ഈച്ച് സൈഡ് ഓഫ് അബ്ഡമൻ, പിന്നെ നോട്ട് ഇൻ ടു ദ ഗ്രൂസ്ലി അഡിപ്പോസ് ഹാർഡ് ആൻഡ് ഇൻഫ്ലെയിംഡ് ഓർ സ്വോളൻ ടിഷ്യൂ. ഒരിക്കലും അഡിപ്പോസ് ടിഷ്യൂലോ അല്ലെങ്കിൽ ഇൻഫ്ലെയിംഡ് അല്ലെങ്കിൽ സ്വോളൻ ടിഷ്യൂലോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പാടില്ല. Often have a longer onset of action and longer duration of action compared with the IM or IV injection. Intramuscular, intravenous injectionsനെ വെച്ച് നോക്കുമ്പോൾ ലോങ്ങർ ഡ്യൂറേഷൻ ആൻഡ് ലോങ്ങർ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ആണ് എന്തിനുള്ളത്, സബ്ക്യൂട്ടേനിയസിനുള്ളത്. ഇനി ഇത് അറിഞ്ഞിരിക്കുക, ഏത് ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്, 45 ഡിഗ്രി ആംഗിളിലാണ്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നീഡിൽ കറക്റ്റ് ആയിരിക്കണം. 25 അല്ലെങ്കിൽ 26 ഗേജ് നീഡിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എത്ര ml വരെ നമുക്ക് സബ്ക്യൂട്ടേനിയസിൽ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുന്നു, നോട്ട് മോർ ദാൻ 1.5 ml ഷുഡ് ബി ഇഞ്ചക്റ്റഡ് ഇൻ ടു ദി സൈറ്റ് ടു അവോയ്ഡ് ദ പ്രഷർ ഓൺ സെൻസറി നെർവ്സ് കോസിങ് പെയിൻ ആൻഡ് ഡിസ്കംഫോർട്ട്. അതായത് ഈ ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സെൻസറി നെർവ്സുകൾക്ക് പെയിനും ഡിസ്കംഫോർട്ടും ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതാണ് സബ്ക്യൂട്ടേനിയസ്. ഇവിടെ ഓർത്തിരിക്കേണ്ടത് എവിടേക്കാണ് ഇഞ്ചെക്ട് ചെയ്യുന്ന ഏരിയ എന്നുള്ളത് ഓർത്തിരിക്കുക. ബിലോ ദ സ്കിൻ ഇൻ ടു ദ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്. ആംഗിൾ ഓർന്നിരിക്കുക, 45 ഡിഗ്രി ആംഗിൾ. IM-നെ IVM വെച്ച് നോക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണ്, ഓൺസെറ്റ് ഓഫ് ആക്ഷൻ കൂടുതലാണ്, അതോടൊപ്പം തന്നെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷനും കൂടുതലാണ്. അടുത്ത ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ. ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ നമ്മൾ സബ്ക്യൂട്ടേനിയസ് കൊടുത്ത എത്രയിലായിരുന്നു, 45-ലാണ്. ഇൻട്രാമസ്കുലർ നോക്കൂ, 90 ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതാണ് നീഡിലിന്റെ ഗേജ് എത്രയാണ്, 20 to 25 ആണ്. പിന്നെ എവിടെയാണ്, കെയർ മസ്റ്റ് ബി ടേക്കൺ വിത്ത് എ ഡീപ് IM ഇഞ്ചക്ഷൻ ടു അവോയ്ഡ് ഹിറ്റിംഗ് വെയിൻ, ആർട്ടറി ഓർ നെർവ്. സബ്ക്യൂട്ടേനിയസ് പോലെ
അത്ര എളുപ്പമല്ല ഇൻട്രാമസ്കുലർ കുത്തിവെക്കുന്നത്. കാരണം ഇൻട്രാമസ്കുലർ ഡീപ്പ് IM ഇഞ്ചക്ഷൻസിൽ ചില സമയത്ത് വെയിനിലോ ആർട്ടറിയിലും നെർവിലൊക്കെ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, തൊടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്ത് വേണം IM ഇഞ്ചക്ഷൻസ് എടുക്കാനായിട്ട്. യൂഷ്വലി നമ്മൾ IM ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നത് അപ്പർ അല്ലെങ്കിൽ ഔട്ടർ പോർഷൻ ഓഫ് ദി ഗ്ലൂട്ടിയസ് മാക്സിമസ് മസിൽസിലാണ്. നമ്മൾ മറ്റേതാണെങ്കിൽ ലൂസ്ലി ഫാറ്റ് അല്ലെങ്കിൽ സബ്ക്യൂട്ടിനസ് ഫാറ്റിലോട്ടാണല്ലോ കുത്തിവെക്കുന്നത്. ഇവിടെ എവിടെയാണ്, ഇൻ ടു ദി ഔട്ടർ പോർഷൻ ഓഫ് ദി ഗ്ലൂട്ടിയസ് മാക്സിസ്, അല്ലെങ്കിൽ ലാർജർ മസിൽസ് ഓൺ ദി ഏതർ സൈഡ് ഓഫ് ദി ബട്ടക്സ്. ഓക്കെ, ഏരിയ വെയർ ദി ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ഈസ് പ്രൊവൈഡഡ്. For children and some adult, IM injections are given into the deltoid muscles of the shoulder. അപ്പം ഏതൊക്കെ ഏരിയയിലാണ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്ന് ഗ്ലൂട്ടിയസ് മാക്സിമസ് മസിൽസ്, അല്ലെങ്കിൽ ഓൺ ദ ഏതർ സൈഡ് ഓഫ് ദി ബട്ടക്സ്, അല്ലെങ്കിൽ ഡെൽറ്റോയിഡ് മസിൽസ് ഓഫ് ദി ഷോൾഡറിൽ. ഏത് ആംഗിളിൽ? 90 ഡിഗ്രി ആംഗിളിൽ. ഏത് ഗേജ് നീഡിലാണ് യൂസ് ചെയ്യുന്നത്? 20 to 25. വോളിയം ലിമിറ്റഡ് എത്രയാണ്? 3 ml ആണ് മാക്സിമം. അടുത്തത് ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫ്യൂഷൻസ് എന്നും പറയും. ഫാസ്റ്റ് ആക്ടിംഗ് റൂട്ട് ബിക്കോസ് ദ ഡ്രഗ് ഗോസ് ഡയറക്ട്ലി ഇൻ ടു ദി ബ്ലഡ് സ്ട്രീം. ഇൻട്രാമസ്കുലാറിനെയും സബ്ക്യൂട്ടേനിയസിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റർ ആക്ടിങ് ഏതാണ്? ഇൻട്രാവീനസ് ആണ്. കാരണം നേരിട്ട് ബ്ലഡ് സ്ട്രീമിലോട്ടാണ് മരുന്ന് എത്തുന്നത്. ദേ ആർ ഓഫൺ യൂസ്ഡ് ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇൻ ക്രിട്ടിക്കൽ കെയർ ഏരിയാസിലാണ് IV റൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. മെയിൻലി IV റൂട്ടിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുന്നത്? ഫോർ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ടു പ്രൊവൈഡ് നെസറി ന്യൂട്രീഷൻ ടു ദ പേഷ്യന്റ് ഹു ഈസ് ക്രിട്ടിക്കലി ഇല്ല. നമ്മൾ ടോട്ടൽ പാരന്റൽ ന്യൂട്രീഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യത്തില്ലേ? ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻസ് എടുക്കുന്ന ആംഗിൾ 50 to 20 ഡിഗ്രി ആംഗിളാണ്. സബ്ക്യൂട്ടേനിയസ് ആണെങ്കിൽ 45, ഇൻട്രാമസ്കുലർ ആണെങ്കിൽ 90, ഇൻട്രാവീനസ് ആണെങ്കിൽ 15 മുതൽ 20 ഡിഗ്രി. നേരിട്ട് ബ്ലഡ് സ്ട്രീമിലോട്ടാണ് നമ്മൾ കുത്തിവെക്കുന്നത്. പ്രധാനമായിട്ടും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലും ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലുമാണ് IV ഇൻഫ്യൂഷൻസ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഇൻട്രാ ആർട്ടീരിയൽ ഇഞ്ചക്ഷൻ. എവിടെയാണ്? ഗിവൺ ഡയറക്ട്ലി ഇൻ ടു ദി ആർട്ടറി. നമ്മുടെ എന്താണ് ബ്ലഡ് വെസലായ ആർട്ടറിയിലോട്ടാണത് കുത്തിവെക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇൻട്രാ ആർട്ടീരിയൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രാ കാർഡിയാക് ഇഞ്ചക്ഷൻ അപ്പൊ എങ്ങോട്ടായിരിക്കും? ദേ ആർ ഗിവൺ ഇൻ ടു ദി ഹാർട്ട് മസിൽ ഓർ ദി വെൻട്രിക്കിൾ അറ്റ് ദ ടൈം ഓഫ് എമർജൻസി. ഉള്ള അത്രയും ക്രിട്ടിക്കൽ കെയർ അല്ലെങ്കിൽ അത്രയും എമർജൻസി കണ്ടീഷനിലൊക്കെയാണ് നേരിട്ട് ഹാർട്ട് മസിൽസിലോട്ട് അല്ലെങ്കിൽ വെൻട്രിക്കിൾ, ഹാർട്ടിന്റെ ചേംബറായ വെൻട്രിക്കിളിലോട്ട് എന്ത് ചെയ്യുന്നത്? ഇഞ്ചക്ട് ചെയ്യുന്നത്. പിന്നെ ഇൻട്രാതീക്കൽ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പം they are given into the subarachnoid space around the spinal cord. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇൻട്രാതീക്കൽ ഇഞ്ചക്ഷൻസിന്റെ ഏരിയ എവിടേക്കാണ്, നമ്മൾ സൈറ്റ് ഓഫ് ഇഞ്ചക്ഷൻ എവിടെയാണെന്നുള്ളത്. ദേ ആർ ഗിവൺ ഇൻ ടു ദി സബ് സ്പേസ് അറൌണ്ട് ദി സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിനെ സറൗണ്ട് ചെയ്ത് കാണുന്ന സബ് അരാക്കനോഡ് സ്പേസിലോട്ടായിരിക്കും നമ്മൾ ഇൻട്രാതീക്കൽ ഇഞ്ചക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദിസ് റൂട്ട് ഈസ് യൂസ്ഡ് ഫോർ സ്പൈനൽ അനസ്തേഷ്യ. സ്പൈനൽ അനസ്തേഷ്യയിൽ ഇൻട്രാതീക്കൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇഞ്ചക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ സ്പൈനൽ അനസ്തേഷ്യയിൽ ഇൻട്രാതീക്കൽ ഇഞ്ചക്ഷൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇൻട്രാ ആർട്ടീരിയൽ ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത് ഇൻ ടു ദി ആർട്ടറി. അടുത്ത ഇൻട്രാസിസ്റ്റേണൽ ഇഞ്ചക്ഷൻ. ദേ ആർ ഗിവൺ ഇൻ ടു ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെർവിക്കൽ നെർവ് ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി CSF ഫോർ ഡയഗ്നോസ്റ്റിക് പർപ്പസ്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ പരിശോധിക്കാൻ വേണ്ടി, അത് കുത്തിയെടുത്ത് പരിശോധിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻട്രാസിസ്റ്റേണൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത പെരിഡ്യൂറൽ ഇഞ്ചക്ഷൻ. ദിസ് ഈസ് ഗിവൺ ഇൻ ബിറ്റ്വീൻ ദി ഡ്യൂറാ മാറ്റർ ആൻഡ് ദി ഇന്നർ ആസ്പെക്ട് ഓഫ് ദി വെർട്ടിബ്ര. ദാറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ഫോർ ഗിവിംഗ് സ്പൈനൽ അനസ്തേഷ്യ. സ്പൈനൽ അനസ്തേഷ്യയുടെ ഭാഗമായിട്ടാണ് എപ്പിഡ്യൂറൽ അനസ്തേഷ്യയും എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷനും ഇൻട്രാതീക്കൽ ഇഞ്ചക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ഇൻട്രാ ആർട്ടിക്കുലർ ഇഞ്ചക്ഷൻസ്. ഇത് ആർട്ടിക്കുലാറും ഇൻട്രാ ആർട്ടീരിയലും കൂടെ മാറിപ്പോരുത്. ഇൻട്രാ ആർട്ടിക്കുലാർ എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ്? ജോയിൻസിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇഞ്ചക്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ടും യൂസ്ഡ് ഫോർ ലൂബ്രിക്കേറ്റിംഗ് ദ ജോയിൻസ്. ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒക്കെ ഉള്ള പേഷ്യൻസിൽ ആദ്യമൊക്കെ പെയിൻ കില്ലേഴ്സും ഒക്കെ ആയിരിക്കും. ലാസ്റ്റ് ഒട്ടും വേദന സഹിക്കാൻ പറ്റാത്ത ഒരു കേസൊക്കെ വരുമ്പം പിന്നെ ഇൻട്രാ ആർട്ടീരിയൽ ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡ്രഗ് ഇഞ്ചക്ട് ചെയ്യാറുണ്ട്. അത് ജോയിൻസിലോട്ടാണ് കൊടുക്കുന്നത്, ലൂബ്രിക്കേഷന് വേണ്ടിയാണ് കൊടുക്കുന്നത്. ആ ഒരു മെത്തേഡിന് ഇൻട്രാ ആർട്ടിക്കുലർ ഇഞ്ചക്ഷൻ എന്ന് പറയും. ഇൻട്രാ ആർട്ടീരിയൽ വേറെ, ഇൻട്രാ ആർട്ടിക്കുലർ വേറെ. അടുത്ത ഇൻട്രാ സെറിബ്രൽ ഇഞ്ചക്ഷൻ. നമ്മുടെ ബ്രെയിൻ്റെ പാർട്ടായ സെറിബ്രത്തിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇഞ്ചക്ട് ചെയ്യുന്നത്. അതിനെയാണ് ഇൻട്രാ സെറിബ്രൽ ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഒഫ്താൽമിക് പ്രൊഡക്ട്സിന്
ഒഫ്താൽമിക് പ്രൊഡക്ട്സിന് വേണ്ടുന്ന ജനറൽ റിക്വയർമെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? ഫസ്റ്റ് വൺ ഈസ് സ്റ്റെബിലിറ്റി, സ്റ്റെറിലിറ്റി, ഫ്രീ ഫ്രം പൈറോജൻസ്, ഫ്രീ ഫ്രം ഫോറിൻ പാർട്ടിക്കിൾസ്, ഐസോടോണിസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് കെമിക്കൽ പ്യൂരിറ്റി. നമ്മൾ ഒഫ്താൽമിക് പ്രൊഡക്ട്സിന് പറഞ്ഞ പോലെ തന്നെ എന്തായാലും സ്റ്റെറിലിറ്റി ആവശ്യമുണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട് ആവശ്യമുണ്ട്, പൈറോജൻ ഫ്രീ ആയിരിക്കണം, ഫ്രീ ഫ്രം ഫോറിൻ പാർട്ടിക്കിൾ, ഐസോടോണിസിറ്റി പ്രൊവൈഡ് ചെയ്യണം, സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ടായിരിക്കണം ആൻഡ് ഷുഡ് ഹാവ് എ കെമിക്കൽ പ്യൂരിറ്റി ടു. ഇനി അടുത്തത് ഫോർമുലേഷൻ ഓഫ് പാരന്റൽ പ്രൊഡക്ട്സ്. In the preparation of parental products, the follow substance are added to make their stable preparation. അതായത് നമ്മുടെ ഡ്രഗിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ അഡിറ്റീവ്സ് ഇല്ലാത്ത ആഡ് ചെയ്യാറുണ്ട്? ഫസ്റ്റ് ഒരു ആക്റ്റീവ് ഡ്രഗ് എന്തായാലും ഉണ്ടാവും, നമ്മുടെ മെഡിക്കാമെന്റ്. പിന്നെ എന്തുണ്ടാകും? വെഹിക്കിൾ ഉണ്ടാകും. ഈ ഡ്രഗിനെ സോലുബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു വെഹിക്കിൾ യൂസ് ചെയ്യും. ഈ വെഹിക്കിൾ തന്നെ രണ്ട് തരത്തിലുണ്ട്. അക്വസ് വെഹിക്കിളും യൂസ് ചെയ്യാം, നോൺ അക്വസ് വെഹിക്കിളും യൂസ് ചെയ്യാം. ഓർത്തിരിക്കുക, അക്വസ് വെഹിക്കിൾസിന് എക്സാമ്പിൾ വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ ഓർ വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ ഫ്രീ ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ്. നോൺ അക്വസ് വെഹിക്കിൾസിന് എക്സാമ്പിൾ ഈഥൈൽ ആൽക്കഹോൾ, പ്രൊപ്പലിൻ ഗ്ലൈക്കോള, ആൽമണ്ട് ഓയിൽസ് ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇപ്പൊ വെഹിക്കിൾസ് യൂസ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് പാരന്റൽ പ്രൊഡക്ട്സ് തന്നെ ഏതൊക്കെയുണ്ട്? അക്വസും ഉണ്ട്, നോൺ അക്വസും ഉണ്ട്. ഇനി മറ്റ് അഡ്ജുവൻസ് നോക്കിക്കഴിഞ്ഞാൽ സോലുബിലൈസിങ് ഏജൻസ് ഉണ്ടാവും. അതായത് ഈ വെഹിക്കിളിനെ കൃത്യമായിട്ട് ഇതിനെ സോലുബിലൈസ് നിർത്താൻ വേണ്ടി സോലുബിലൈസിങ് ഏജൻസ് ആഡ് ചെയ്യും. എക്സാമ്പിൾ ട്വീൻസ് ആൻഡ് സ്പാൻസ് ആണ്. ഓക്കെ, അടുത്തത് സ്റ്റെബിലൈസേഴ്സ് ആൻഡ് ആന്റി ഓക്സിഡൻസ് യൂസ് ചെയ്യാറുണ്ട് പാരന്റൽ പ്രിപ്പറേഷനിൽ. എക്സാമ്പിൾ തയോയൂറിയ, അസ്കോർബിക് ആസിഡ്, ടോക്കോഫെറോൾ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ബഫറിംഗ് ഏജൻസ് ആഡ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ സിട്രിക് ആസിഡ് ആൻഡ് സോഡിയം സിട്രേറ്റ്. ആന്റി ബാക്ടീരിയൽ ഏജൻസ് യൂസ് ചെയ്യാറുണ്ട് പാരന്റൽ പ്രൊഡക്ട്സിൽ. എക്സാമ്പിൾ ബെൻസൈൽ ആൽക്കഹോൾ, മെറ്റാക്രിസോൾ ആൻഡ് ഫീനോൾ. ചിലേറ്റിംഗ് ഏജൻസ് ആഡ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ EDTA. സസ്പെൻഡിങ്, ഇമൾസിഫൈങ് ആൻഡ് വെറ്റിംഗ് ഏജൻസ് ആഡ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ മൈക്രോക്രിസ്റ്റലൈൻ സെല്ലോസ് ആൻഡ് കാർബോക്സി മീഥൈൽ സെല്ലുലോസ്. ലാസ്റ്റ് വൺ ടോണിസിറ്റി, ഐസോടോണിക്സിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോഡിയം ക്ലോറൈഡും ഡെക്സ്ട്രോസും ആഡ് ചെയ്യാറുണ്ട്. So these are the important adjuvants used in the parenteral preparations apart from the vehicle and active drug. ഇനി എന്തൊക്കെ സ്റ്റെപ്സ് ആണുള്ളത്? ഇപ്പൊ നമ്മൾ ഒഫ്താൽമിക് പ്രൊഡക്ട്സിന്റെ പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞു. ആദ്യമേ ബാക്ടീരിയസൈഡ്, ഫംഗിസൈഡൽ വെഹിക്കിൾ പ്രിപ്പയർ ചെയ്യുന്നു, പിന്നെ എന്താണ് സൊല്യൂഷൻ ഓഫ് മെഡിക്കാമെന്റ് പ്രിപ്പയർ ചെയ്യുന്നു, ക്ലാരിഫൈ ചെയ്യുന്നു, സ്റ്റെറിലൈസ് ചെയ്യുന്നു. അപ്പൊ അതേപോലെ തന്നെ പാരന്റൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഫോളോയിങ് സ്റ്റെപ്സ് ആർ ഇൻവോൾവ് ഇൻ ദി പ്രോസസിംഗ് ഓഫ് പാരന്റൽ പ്രിപ്പറേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലീനിങ് ഓഫ് കണ്ടെയ്നേഴ്സ്, ക്ലോഷേഴ്സ് ആൻഡ് എക്യുപ്മെന്റ്സ്. അതായത് പാരന്റൽ പ്രൊഡക്ട്സ് നമ്മൾ ഉണ്ടാക്കി ഏത് കണ്ടെയ്നറിലാണോ സൂക്ഷിക്കാൻ പോകുന്നത് ആ കണ്ടെയ്നറിന്റെ ക്ലീനിങ്, അതിൽ ഉപയോഗിക്കുന്ന ക്ലോഷേഴ്സ്, പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളെല്ലാം തറവായിട്ട് ക്ലീൻ ചെയ്യുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത് കളക്ഷൻ ഓഫ് മെറ്റീരിയൽ, ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം, റോ മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്യുക. 3 പാരന്റൽ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ചെയ്യുന്നു. അതിൽ നാലാമത്തെ സ്റ്റെപ്പ് ഫിൽട്ടർ ചെയ്യുന്നു, അരിക്കുന്നു. ആൻഡ് ഫില്ലിംഗ് ദ പ്രിപ്പറേഷൻ ഇൻ എ ഫൈനൽ കണ്ടെയ്നർ. നമ്മൾ ഏത് ഫൈനൽ കണ്ടെയ്നറിലാണോ ഇത് ഡിസ്പെൻസ് ചെയ്യാൻ പോകുന്നത് ആ കണ്ടെയ്നറിലോട്ട് ഫില്ല് ചെയ്യുന്നു. സീലിംഗ് ദ കണ്ടെയ്നർ, അതിനെ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം അതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നു. ആൻഡ് ഇവാലുവേഷൻ ഓഫ് പാരന്റൽ പ്രിപ്പറേഷൻസ്. അങ്ങനെ എടുത്തിനി അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിൽക്കാൻ പറ്റില്ല. അതിനെന്ത് ചെയ്യണം? ഇവാലുവേഷൻ ടെസ്റ്റുകൾ നടത്തണം. പൈറോജൻ ടെസ്റ്റ്, ലീക്ക് ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യണം. ലാസ്റ്റ് അത് ആ ഒരു ടെസ്റ്റ് ഒക്കെ അത് പാസ്സാവുകയാണ്, അതിൽ പൈറോജൻ ഫ്രീ ആണ്, പാർട്ടിക്കുലേറ്റ് മാറ്റർ ഫ്രീ ഒക്കെ ആണെങ്കിൽ ആ ഒരു ബാച്ച് ഫുള്ള് നമുക്ക് എന്ത് ചെയ്യും? പാസ്സാക്കും. ആ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ലേബൽ ചെയ്യണം, പാക്ക് ചെയ്യണം. ഇതാണ് ഒരു പ്രോസസിങ് ഓഫ് പാരന്റൽ പ്രിപ്പറേഷൻസിൽ വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ക്ലോഷേഴ്സും കണ്ടെയ്നേഴ്സും എക്യുപ്മെന്റ്സും ക്ലീൻ ചെയ്യുന്നതല്ലായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡിറ്റർജൻസ് വിത്ത് ടാപ്പ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്ത് വെച്ച് ക്ലീൻ ചെയ്യണം? തറോലി ക്ലീൻഡ് വിത്ത് ഡിറ്റർജൻസ് വിത്ത് ടാപ്പ് വാട്ടർ. ആദ്യം ടാപ്പ് വാട്ടർ യൂസ് ചെയ്ത് ഡിറ്റർജന്റ് ഉപയോഗിച്ച് ആദ്യം നല്ലപോലെ ക്ലീൻ ചെയ്യുക. പിന്നീട് രണ്ടാമത് ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ച് ക്ലീൻ ചെയ്യുക. മൂന്നാമത് ഫൈനലി റിൻസ് വിത്ത് വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ. ആദ്യത്തെ 2 എണ്ണം വെച്ച് കഴുകുക, മൂന്നാമത്തെ അത് വെച്ച് റിൻസ് ചെയ്യുക. ഏതൊക്കെയാണ്? ആദ്യം ടാപ്പ് വാട്ടറും ഡിറ്റർജന്റും ഉപയോഗിച്ച് കഴുകുക, പിന്നീട് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ച് കഴുകുക, ലാസ്റ്റ് വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ വെച്ച് അതിനെന്ത് ചെയ്യുക? റിൻസ് ചെയ്തെടുക്കുക. പിന്നെ റബ്ബർ കണ്ടെയ്നേഴ്സ് മാത്രമല്ലല്ലോ ക്ലീൻ ചെയ്യാൻ പറഞ്ഞത്, ക്ലോഷേഴ്സും ക്ലീൻ ചെയ്യാൻ പറഞ്ഞിരുന്നു.
റബ്ബർ ക്ലോഷേഴ്സ് ആണെങ്കിൽ ഇത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. റബ്ബർ ക്ലോഷേഴ്സ് എന്ത് വെച്ചിട്ടാണ് വാഷ് ചെയ്യുന്നതെന്ന് ഒരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. റബ്ബർ ക്ലോഷേഴ്സ് ആർ വാഷ്ഡ് വിത്ത് 0.5% സോഡിയം പൈറോഫോസ്ഫേറ്റ്. ഒരുപാട് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ കോൺസെൻട്രേഷനും ഇമ്പോർട്ടന്റ് ആണ്. 0.5% സോഡിയം പൈറോഫോസ്ഫേറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റബ്ബർ ക്ലോഷേഴ്സ് എന്ത് ചെയ്യുന്നത്, വാഷ് ചെയ്യുന്നത്. അതേസമയം കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ വിത്ത് ഡിറ്റർജൻസ് വിത്ത് ടാപ്പ് വാട്ടർ ഫോളോഡ് ബൈ ഡിസ്റ്റിൽഡ് വാട്ടർ ആൻഡ് ഫൈനലി റിൻസ് വിത്ത് വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ. ഇനി അടുത്ത മെറ്റീരിയൽസ് കളക്ഷൻ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓൾ റോ മെറ്റീരിയൽസ് ഓഫ് ദ പ്രിപ്പറേഷൻ ഷുഡ് ബി കളക്ട് ഫ്രം ദ വെയർഹൗസ് ആഫ്റ്റർ ആക്യുറേറ്റ് വെയ്ഡ്. വെയർഹൗസിൽ നിന്നും ആക്യുറേറ്റ് ആയിട്ട് വെയിറ്റ് എടുത്തതിന് ശേഷം അവ കളക്ട് ചെയ്യുന്നു. ആൻഡ് ദ വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ ഷുഡ് ബി പൈറജൻ ഫ്രീ. ഈ ഒരു പാരന്റൽ പ്രിപ്പറേഷൻസിന് ഉപയോഗിക്കുന്ന വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ എന്തായിരിക്കണം, ഷുഡ് ബി പൈറോജൻ ഫ്രീ ആയിരിക്കണം. അങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. കണ്ടെയ്നേഴ്സും ക്ലോഷേഴ്സും എക്യുപ്മെന്റ്സും ക്ലീൻ ചെയ്തെടുത്തു. വെയർഹൗസിൽ നിന്ന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തെടുത്തു, വേ ചെയ്ത് കളക്ട് ചെയ്തു. ഇനി പാരന്റൽ പ്രിപ്പറേഷൻ ആണ്. ദ പാരന്റൽ പ്രിപ്പറേഷൻ മസ്റ്റ് ബി പ്രിപ്പയർഡ് ഇൻ അസെപ്റ്റിക് കണ്ടീഷൻ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏത് കണ്ടീഷനിലായിരിക്കണം, അസെപ്റ്റിക് കണ്ടീഷനിൽ വേണം. Ingredients are accurately weighed and separately dissolved in vehicle as per the method of preparations to be followed. ഏത് മെത്തേഡ് ഫോളോ ചെയ്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. ആ കണ്ടീഷൻസിൽ അസെപ്റ്റിക് കണ്ടീഷൻസ് ഫോളോ ചെയ്ത് വേണം പ്രിപ്പറേഷൻസ് കംപ്ലീറ്റ് ആക്കാനായിട്ട്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്, പ്രിപ്പയർ ചെയ്ത ഉടൻ തന്നെ അതിനെ എന്ത് ചെയ്യണം, ഫിൽട്ടർ ചെയ്യണം. So parental preparation must be filtered by bacterial proof filter such as filter candle or membrane filter. നമ്മൾ പാരന്റൽ പ്രിപ്പറേഷൻസിന്റെ ഫിൽട്രേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫിൽട്ടർ എങ്ങനെയായിരിക്കണം, ബാക്ടീരിയൽ പ്രൂഫ് ഫിൽറ്റേഴ്സ് ആയിരിക്കണം. അതിന് എക്സാമ്പിൾ ആയിട്ട് ഏതൊക്കെ വരുന്നുണ്ട്, ഫിൽറ്റർ കാൻഡിൽസും വരുന്നുണ്ട്, മെംബ്രെയിൻ ഫിൽറ്റേഴ്സും വരുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇപ്പോൾ കണ്ടെയ്നേഴ്സും ക്ലോഷേഴ്സും ക്ലീൻ ചെയ്തു, റോ മെറ്റീരിയൽസ് വേ ചെയ്തെടുത്തു, പ്രിപ്പയർ ചെയ്തു, ഫിൽട്ടർ ചെയ്തു. നെക്സ്റ്റ് എന്താണ്, ഫില്ലിംഗ് ദ പ്രിപ്പറേഷൻ ഇൻ ദി ഫൈനൽ കണ്ടെയ്നർ. ദ ഫില്ലിംഗ് ഓപ്പറേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് അണ്ടർ സ്ട്രിക്റ്റ് അസെപ്റ്റിക് പ്രിക്കോഷൻ. എങ്ങനെയാണോ, ഏത് അസെപ്റ്റിക് കണ്ടീഷൻ ഫോളോ ചെയ്തിട്ടാണോ നമ്മൾ പ്രിപ്പയർ ചെയ്തത്, അതേ കണ്ടീഷൻ ഫോളോ ചെയ്ത് വേണം എന്ത് ചെയ്യണം, കണ്ടെയ്നറിലോട്ട് ഫില്ല് ചെയ്യാനും. അടുത്ത എന്താണ്, സീലിംഗ് ദി കണ്ടെയ്നർ. കണ്ടെയ്നർ ക്ലോസ് ചെയ്യുന്ന പരിപാടിയാണ്. സീലിംഗ് ഷുഡ് ബി ഡൺ ഇമ്മീഡിയറ്റ് ആഫ്റ്റർ ഫില്ലിംഗ് ഇൻ എൻ അസെപ്റ്റിക് എൻവയോൺമെന്റ്. നമ്മൾ അസെപ്റ്റിക് എൻവയോൺമെന്റിൽ വെച്ച് തന്നെ എല്ലാ കണ്ടെയ്നേഴ്സും ഫില്ല് ചെയ്ത എല്ലാ കണ്ടെയ്നേഴ്സും എന്തും ചെയ്യണം, സീലും ചെയ്യണം. അടുത്തത് സ്റ്റെറിലൈസേഷൻ. ഫോർ തെർമോസ്റ്റേബിൾ സബ്സ്റ്റൻസ് ദ പാരന്റൽ പ്രൊഡക്ട്സ് ആർ സ്റ്റെറിലൈസ്ഡ് ബൈ ഓട്ടോക്ലേവിംഗ് മെത്തേഡ് അറ്റ് ഡിഫറെന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ച മെഡിക്കാമെന്റ് തെർമോസ്റ്റേബിൾ ആണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോക്ലേവിംഗ് ചെയ്യാം. അതാണ് അവിടുത്തെ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അല്ല, ഇനി ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽ ആണ്, കാരണം ഓട്ടോക്ലേവിംഗിൽ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ളതുകൊണ്ട് മെഡിക്കാമെന്റ് ചിലപ്പോൾ എന്തായി പോകും, ഡീഗ്രേഡ് ചെയ്ത് പോകും. അത്തരത്തിലുള്ള കേസുകളിൽ നമുക്ക് അതിനും മെത്തേഡുകളുണ്ട്. ഹീറ്റ് സെൻസിറ്റീവ് അല്ലെങ്കിൽ മോയ്സ്ചർ സെൻസിറ്റീവ് മെറ്റീരിയൽസ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് ദേ ആർ എക്സ്പോസ്ഡ് ടു എത്തിലീൻ ഓക്സൈഡ് അല്ലെങ്കിൽ പ്രൊപ്പലീൻ ഓക്സൈഡ് ഗ്യാസ്. ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ ആയിരിക്കും അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. മെത്തേഡ്സ് മാറിപ്പോരുത്. തെർമോസ്റ്റേബിൾ ആണെങ്കിൽ ഓട്ടോക്ലേവിംഗ് ധൈര്യമായിട്ട് പോകാം. അതേസമയം തെർമോ ലബൈൽ അല്ലെങ്കിൽ മോയ്സ്ചർ സെൻസിറ്റീവ് മെറ്റീരിയൽസ് അടങ്ങിയിരിക്കുന്ന മെഡിക്കാമെന്റ് ആണെങ്കിൽ എന്തായിരിക്കും, എത്തിലീൻ ഓക്സൈഡ് അല്ലെങ്കിൽ പ്രൊപ്പലീൻ ഓക്സൈഡ് വെച്ചിട്ടായിരിക്കും, അഥവാ ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അടുത്തത് ഇവാലുവേഷൻ ഓഫ് പാരന്റൽ പ്രിപ്പറേഷൻ. അതാണ് ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പരിപാടി. ജസ്റ്റ് അസെപ്റ്റിക് കണ്ടീഷൻ ഫോളോ ചെയ്തു എന്നുകൊണ്ട് മാത്രം അതിൽ അസെപ്റ്റിക് ആകണം എന്നില്ല, പൈറജൻ ഫ്രീ ആയിരിക്കണം എന്നില്ല. അതിലുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, പൈറോജനും മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അത് ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം, പാരന്റൽ പ്രിപ്പറേഷൻസിന് ഇവാലുവേഷൻ ടെസ്റ്റ് നടത്തണം. ടു മെയിൻറ്റെയിൻ ദി ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോളിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം, ഇവാലുവേഷൻ ടെസ്റ്റുകൾ നടത്തണം. എന്തൊക്കെ ടെസ്റ്റുകൾ അവൈലബിലിറ്റി ഉണ്ട്, സ്റ്റെറിലിറ്റി ടെസ്റ്റ്, ക്ലാരിറ്റി ടെസ്റ്റ്, ലീക്കേജ് ടെസ്റ്റ്, പൈറോജൻ ടെസ്റ്റ് ആൻഡ് ഫൈനലി അസേ. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അതിലെല്ലാം നമ്മുടെ ഈ പ്രൊഡക്റ്റ് എന്താകണം, ഫെയിൽ ആകരുത്. പ്രൊഡക്റ്റ് പാസ്സായി വന്നാൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫൈനലി ലേബൽ ചെയ്ത് പാക്ക് ചെയ്ത് ആ പ്രോസസ്സ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇത്രയും സ്റ്റെപ്സ് അടങ്ങുന്നതാണ് പാരന്റൽ പ്രിപ്പറേഷൻസിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്.